ഹൈപ്പോതൈറോയിഡിസം ഇൻ പ്രഗ്നൻസി. ഡോക്ടറെ, TSH ടെസ്റ്റ് ചെയ്തപ്പോൾ അത് റെഫറൻസ് റേഞ്ചിൽ നോർമൽ വാല്യൂസിലാണല്ലോ ഉള്ളത്. പിന്നെ എന്തിനാണ് എനിക്ക് തൈറോയ്ഡ് ടാബ്ലറ്റ് തരുന്നത്? ഇനി ഞാനിത് കഴിച്ചു തുടങ്ങിയാൽ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരില്ലേ? മിക്ക പ്രഗ്നന്റ് ലേഡീസിനും അവരുടെ വീട്ടുകാർക്കും ഉണ്ടാകാവുന്ന ഒരു ഡൗട്ടാണിത്. TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രഗ്നൻസിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണിത്. TSH കൂടി നിൽക്കുകയാണെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം അതായത് നമ്മുടെ ബോഡിയിലെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം കുറഞ്ഞിരിക്കുവാണ്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ കുറവാണ് എന്നാണ് കാണിക്കുന്നത്. പ്രഗ്നൻസിയിൽ നോർമൽ ആൾക്കാരുമായിട്ട് ഡിഫറൻസ് ഉണ്ട് വാല്യൂസിന്. പ്രഗ്നൻസിയിൽ ഈ TSHന്റെ വാല്യൂസ് 2.5 to 3 താഴെ നിൽക്കണം, എന്തായാലും 3 താഴെ നിർത്തണം. അങ്ങനെയായിരിക്കണം നമ്മുടെ എയിം ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി. ഇത് എന്തിനാണ് നമ്മൾ ഈ ലെവലിലേക്ക് കുറയ്ക്കുന്നത് എന്ന് വെച്ചാൽ, ബേബി അതായത് നമ്മുടെ ഫീറ്റസിന് ഫസ്റ്റ് 10 weeks സ്വന്തമായി ഈ ഹോർമോൺസ് തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഈ ഒരു 10 weeks അത് കംപ്ലീറ്റ്ലി അമ്മയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ ഒരു ഹോർമോണിന് വേണ്ടിയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഹോർമോണിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഗ്രോത്ത്, ഇന്റലക്ച്വൽ ഗ്രോത്ത്, ഇതെല്ലാത്തിനും തൈറോയ്ഡ് ഹോർമോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അമ്മയുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇതിന്റെ സ്റ്റോർ ഇല്ല എന്ന് വെച്ചാൽ അത് ബേബിയുടെ ആ ഒരു ഗ്രോത്തിനെ കംപ്ലീറ്റ്ലി അഫക്ട് ചെയ്യും. അത് ഇനിഷ്യൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ കാര്യം. പിന്നീട് അങ്ങോട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ബേബിയുടെ വെയിറ്റ് കുറയാനും അതുപോലെ പ്രീറ്റം ലേബർ വരാനും അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് വേറെയുണ്ട്. ഈ ഇനിഷ്യൽ ടൈമിലാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 2.5 to 3 താഴെ നിർത്താനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണോ ലൈഫ് ലോങ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യം മിക്കവാറും ഇല്ല. കാരണം ഇതൊരു അഡീഷണൽ സപ്ലിമെന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബേബിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിർത്താം. പിന്നീട് TSH ഒരു 1 month അല്ലെങ്കിൽ 6 weeks കഴിഞ്ഞ് റീചെക്ക് ചെയ്തതിന് ശേഷം ഹൈ ആണെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് നോർമൽ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു പ്രഗ്നൻസിയിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് തരുന്ന ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഡോക്ടർ TSH ഹൈ ആണ് എന്ന് പറഞ്ഞ് തൈറോയ്ഡ് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് കഴിക്കാൻ മടി കാണിക്കരുത്. അത് നിങ്ങളുടെ ബേബിക്ക് വേണ്ടിയിട്ടാണ്.